ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 2025 ജനുവരിയിൽ ICSIയുടെ CSET എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. എങ്ങനെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം നമ്മളൊരു ബോണസ് ടിപ്പും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയ 4 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബോണസ് ടിപ്പും കൂടെ പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ്, അതായത് കൺസെപ്റ്റ് തന്നെയാണ് സ്റ്റുഡൻസ് മെയിനായിട്ട് പ്രശ്നം പറ്റുന്നത് ലാക്ക് ഓഫ് കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നൊരു സംഭവമാണ്. ലാക്ക് ഓഫ് കൺസെപ്ച്വൽ ക്ലാരിറ്റി, അതായത് കോൺസെപ്റ്റ് ഒന്നും തന്നെ എന്താണ് ക്ലിയർ അല്ല. ശരിക്കും പറഞ്ഞാൽ CSETക്ക് നമുക്ക് അത്ര കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്നും വേണ്ട ആവശ്യമില്ല. പക്ഷേ CSET എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ബേസ് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടെ എന്താണ് കൂടുതലായിട്ട് നമുക്ക് എക്സിക്യൂട്ടീവിന് സഹായമാകുന്ന രീതിയിൽ നമ്മൾ കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ ലോ പേപ്പറിൽ എന്താണ് ക്ലിയർ ചെയ്യണം. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനും ഇക്കണോമിക്സും അതേപോലെ തന്നെ ഈ ലോജിക്കൽ റീസണിങ്ങും കറണ്ട് അഫയേഴ്സിലും വലിയ രീതിയിൽ എന്താണ് നമുക്കതിന് ഇമ്പാക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ലോ പേപ്പർ, അതായത് നമ്മുടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ലോജിക്കൽ റീസണിങ് എക്കണോമിക്സും ഡിഫിക്കൽട്ട് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, എക്കണോമിക്സും കൂടെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ ലോജിക്കൽ റീസൺ നമുക്ക് ഈസി ആയിട്ട് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്കല്ല, 2 മാർക്കും പല ക്വസ്റ്റ്യൻസിനും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം എന്താണ് നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി. അതായത് 1 മാർക്കിൻ്റെ മാത്രമല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക് 35 ക്വസ്റ്റ്യൻസേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു പ്ലാൻ യുവർ ഡേയ്സ്. നമുക്ക് 1 മാസം പോലും നമുക്കില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ഏതൊക്കെ സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം, ഏറ്റവും ഡിഫിക്കൽട്ടായി, ഫോർ എക്സാമ്പിൾ ഇതിനൊക്കെ ഒരുപാട് പ്രാക്ടിക്കലുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇക്കണോമിക്സ്, എൻവിറോൺമെൻ്റ് അല്ല, ഇക്കണോമിക്സിൽ എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് വേണം. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് എന്താണ്, ഈ 2 സബ്ജക്റ്റ് നല്ലപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ഡെയിലി ഡേയ്സ് എന്താണ് അലോക്കേഷൻ ചെയ്യുക. ഇനി 1 മാസം എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ CSETക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിലുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഞാനൊരു ടൈം ടേബിൾ എന്താണ് നിങ്ങൾക്ക് പറയുന്നില്ല. ഇനി ഇതിനെല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ്, നമ്മൾ സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരു MCQ എക്സാമിനേഷൻ, നെഗറ്റീവ് മാർക്സ് ഒന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട്, തൽക്കാലം ഇല്ലാത്തതുകൊണ്ട്, ഭാവിയിൽ വരാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല. തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് എന്താണ് നമ്മൾ മാക്സിമം MCQs നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് സാർ MCQ എവിടെ നമ്മൾ കിട്ടും? 2 ഓപ്ഷനാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ICSIയുടെ CSETയിലെ, അത് നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷണലായിട്ട് എടുത്തിട്ടുണ്ടാകാം, അറിയത്തില്ല, നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, CSETൻ്റെ MCQ ഗൈഡ് ഉണ്ട്. അത് 4 സബ്ജക്റ്റിനും എന്താണ് ഒരേപോലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ബൈ ചെയ്യാവുന്നതാണ്. യു ഹാവ് ടു, അത് രജിസ്ട്രേഷൻ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകുക, അത് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ അകത്തുള്ള MCQs പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് 70 to 80 മാർക്സ്, അതായത് 80% എന്താണ് നിങ്ങൾ കവറാകും. 70 to 80% കവറാകും. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കറണ്ട് അഫയേഴ്സിൽ മാത്രം കുറഞ്ഞ് ശ്രദ്ധിക്കുക, കാരണം പുതിയ കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാകില്ല. അപ്പോൾ അത് CSETയുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു സംഭവമുണ്ട്. കമ്മ്യൂണിക്യൂ നമ്മൾ പറയും. കമ്മ്യൂണിക്കേഷൻ എന്താണ് റിലീസ് ചെയ്തിട്ടുണ്ട് മന്ത്ലി. അതിൻ്റെ അകത്തും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്താണ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSETയുടെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. CSET പാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പോലെ ICSIയുടെ എന്താണ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, അത് എവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് CSET മോക്ക് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ICSIയുടെ വെബ്സൈറ്റിൽ CSET മോക്ക് ടെസ്റ്റ്, തേർഡ് പാർട്ടി വെബ്സൈറ്റൊക്കെ കിട്ടും. പക്ഷേ CSET മോക്ക് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ ഇത്രയും മോക്ക് ടെസ്റ്റ് സീരീസും, ഇനി അതിൻ്റെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മൊബൈലിൽ എന്താണ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളത്
ലാപ്ടോപ്പിൽ വേണം ചെയ്യാൻ വേണ്ടി. ബാക്കിത്തെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് ഏത് വേണം നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉണ്ട് കേട്ടോ. വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യനും ആൻസറും 120 എന്താണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, 35 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്താണ് കുറേ സെറ്റ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. എങ്ങനെയാണോ എക്സാമിനേഷനിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ICSEയുടെ CSET മോക്ക് ടെസ്റ്റ് ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ PDF മാത്രമാണ്. ഇനി നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. CSETയുടെ മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. യൂണിക് നമ്പറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എൻ്റർ ചെയ്തതിന് ശേഷം എന്താണ് നമുക്കിത് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്. ഇതാണ് നമുക്ക് മൂന്നാമത്തെ പോയിന്റിലെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോക്ക് ടെസ്റ്റ് നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരു സിനാരിയാണ് എക്സാം ടൈമിലുള്ളത്. ആ എക്സാം ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത് ആൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഐ ബട്ടണിലും ഉണ്ടാകും. ആ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അത് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എന്താണ് കുറേ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് അത് മാത്രമേ പറ്റത്തുള്ളൂ, വൈഫൈ കണക്ഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഹെൽപ്പ് ലൈൻ കാര്യങ്ങൾ ഇപ്പം തന്നെ അറിഞ്ഞിരിക്കില്ല. അവസാന നിമിഷം എന്താണ് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട് എക്സാമിനേഷൻ എഴുതാതെ പോയിട്ടുണ്ട്. അതായത് ഒരുപാട് ടെക്നിക്കൽ റീസൺസ് ഉള്ളതുകൊണ്ട് തന്നെ റീസൺസ് ഉണ്ട്. ആ റീസൺസ് എല്ലാം നമ്മൾ പരിഹരിച്ചിരിക്കണം. നെറ്റ്വർക്ക് കാര്യങ്ങൾ, ലാപ്ടോപ്പ് കാര്യങ്ങൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ എക്സാമിനേഷനോ കാര്യങ്ങളൊക്കെ എന്താണ് അവർ സമയാകം സെർച്ച് ചെയ്യേണ്ട. പിന്നെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു, ഇപ്പോൾ റൂം കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അവസാന നിമിഷം സൈബർ കഫേയിലൊക്കെ പോയിട്ട് എന്താണ് അവിടെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നാലാമത്തെ കാര്യത്തിന് നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ A to Z സംശയങ്ങളെല്ലാം തന്നെ തരും. ഇനിയും ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഒരു ബോണസ് ടിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു വെബ്സൈറ്റ് ആണ്. ഇപ്പം ഞാൻ തന്നെ എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറേ MCQs ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്നെല്ലാം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് അത്ര സുറ്റേബിൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എടുക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് എന്താണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഇതെല്ലാം ആയതിനു ശേഷം എന്താണ് നിങ്ങൾക്ക് ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ഇതെല്ലാം ആയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം മെയിൽ വരും. നിങ്ങൾ ഒരു പക്ഷേ മെയിൽ വന്നില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്താണ് ഇങ്ങനെ ചാപ്റ്റർ വൈസ് പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ള നിങ്ങൾക്ക് എന്താണ് ICSEയുടെ CSET മോക്ക് ടെസ്റ്റ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾ ചോദിക്കുക. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് വീഡിയോസ് ഇടുന്നതായിരിക്കും. ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജനുവരിയിൽ എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് CSET രജിസ്ട്രേഷൻ്റെ December 15 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ എന്താണ് പ്രിപ്പറേഷൻ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.